ഇവൻ ആളൊരു മിടുക്കന. കർത്താവേ, 100 രൂപയുണ്ട്, ഞാനുണ്ട്. അവള് കത്തി വെക്കാതെ കാത്തോളണേ. സോറി ഡാർലിംഗ്. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. എവിടെയായിരുന്നു? സോറി ഡാ, ഇന്ന് ഡെലിവറി കഴിഞ്ഞപ്പോൾ ലേറ്റ് ആയിപ്പോയി. ഇന്നത്തെ നിന്റെ ബർത്ത്ഡേ ട്രീറ്റ് എന്റെ വക. വാ. എന്നാ നമുക്ക് ഇവിടെ കയറാം. അയ്യേ, ഇത് സ്ഥിരമായി കഴിക്കുന്ന സ്ഥലമല്ലേ. ഇന്ന് ബർത്ത്ഡേ അല്ലേ, ഒരു സ്പെഷ്യൽ സ്ഥലത്ത് കൊണ്ടുപോകും. കമാ. എവിടേക്കാ ആന്റണി? അതൊക്കെ ഉണ്ട്. ഇവിടെ ഇതല്ല, ഇതുക്കും മേലെ. അതോ? അതുക്കും മേലെ. നീ വന്നേ. ഹാപ്പി ബർത്ത്ഡേ ഏഞ്ചൽ. താങ്ക് യു മൈ ഡിയർ. സർ, എന്താ വേണ്ടത്? കോഫി? 2 കോഫി, 2 കട്ട്ലറ്റ്. കട്ട്ലറ്റ് കട്ട് ചെയ്തേക്ക്. 2 കോഫി മാത്രം മതി. ഇത് ഹോട്ടലല്ല, ഫർണിച്ചർ കടയാണ്. ഈ ടേബിളിന് എന്താ വില? അന്തോണി പണ്ടാരോ സിനിമാ തിയേറ്ററിൽ ഉപേക്ഷിച്ചിട്ട് പോയതാണ് അവന്. ദളപതി സിനിമ കാണാൻ വന്ന ചാക്കപ്പൻ ചേട്ടൻ ഇവനെ എടുത്തു വളർത്തി. അതുകൊണ്ട് എല്ലാവരും ഇവനെ ദളപതി എന്നാണ് വിളിക്കാറ്. ഇനി അടുത്തയാള്. ഇവൻ ആളൊരു വെടക്കാണ്. നമ്പർ എത്രയൊക്കെയാണ്? 8 4. ഇതെന്താണിത്, മൊബൈൽ നമ്പറാ? ഒന്ന് മാറിക്കേട്ടാ, ഇതൊന്ന് കുത്തിയല്ലേ പൊങ്ങുള്ളു. ക്ലെമൻ ഡോക്ടർ ഇന്ന് ലീവാണ്. നല്ല ഡോക്ടറായ എന്താണത്, കൊല്ലു ആളെ. ആ കേറ് കേറ്. എന്താണ് തന്നെ ഉദ്ദേശം? ലോഡ് കൂടെ ഒരാളെ ഇറങ്ങിക്കോ. തനിക്ക് മോളിൽ പോയിട്ട് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഞാൻ ഇല്ലെങ്കിൽ വണ്ടി പോവില്ല. ചിലവന്മാർ ഇങ്ങനെ പോസ്റ്റ് കിട്ടിയാലും മതി. ഇപ്പോഴാണ് ശരിക്കും കിട്ടിയത്. പോസ്റ്റ് കൊണ്ടോട്ടി. അയ്യോ പാവ അച്ഛാ, കാലിന് വയ്യാത്ത ആളാ. എന്താണെന്ന്? കാലിന് വയ്യാത്ത ആളാ? അതെ, വേണമെങ്കിൽ മോളേന്ന് കെട്ടിച്ചാൽ നോക്ക്. 10 മാസം കഴിഞ്ഞ് അതുപോലെ വന്നിരിക്കണാണ്. കാലിന് മാത്രം വയ്യായി ഉള്ളു കേട്ടാ. സെന്റിമെന്റ്സ് പറയണം. അക്ബർ കടുത്ത ഇടതുപക്ഷ അനുഭാവിയായ സ്റ്റാലിൻ മമ്മാലിയുടെ ഏകപുത്രൻ. ഇടതുപക്ഷ ചായ വെള്ളമുണ്ടല്ല അവൻ ഇടത്തോട്ട് ചെരിഞ്ഞ് നടക്കുന്നത്. പോളിയോ വന്നതാണ്. എല്ലാവരുടെയും ലൈഫിൽ ഒരു ഉയർച്ചയും താഴ്ച ഉണ്ടാവും. ഇവന്റെ ലൈഫിൽ അത് ഡെയിലി ഉണ്ട്. ഇവനൊരു ലിഫ്റ്റ് ഓപ്പറേറ്ററാണ്. തീരുമാനമായാ? ആ, ബില്ല് കിട്ടുമ്പോൾ തീരുമാനമായിക്കോളും. ഏതാണ് മോർച്ചറിയ? അല്ല, ഫസ്റ്റ് ഫ്ലോർ. എല്ലാം ഒന്ന് തന്നെ. ഇനി അക്ബറിന്റെ വാപ്പാനും ഉമ്മാനെയും പരിചയപ്പെടാം. ഉമ്മ എന്റെ ഷഡ്. ഇത് വാപ്പാക്കാണ്. നിനക്കുള്ള കട്ടൻ ചായ അടുക്കളയിൽ ഇരിപ്പുണ്ട്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വാപ്പ വല്ല മസിലും കുത്തി കയറി ചാവും. അല്ലോ
ഇങ്ങോട്ട് ഒഴി. ഇനി അടുത്ത ആളെ കുറിച്ച് പറയാനാണെങ്കിൽ ഇവൻ ആളൊരു ജഗജാല കില്ലാടിയാണ്. ഇത്രക്ക് ജാടയിൽ വന്നിറങ്ങാൻ ഇവനാരാണ്? പൃഥ്വിരാജ. മിഡിൽ ക്ലാസ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ബായി തള്ളണേണാ. ഹാ, ഞാനൊന്ന് പറയട്ടെ ബായ്, ഇങ്ങനെയൊക്കെയാണ് അവന്റെ ആഗ്രഹം. പക്ഷെ ഇപ്പൊ അവൻ ഓടിക്കണത് ഇതിലും സെറ്റപ്പ് വണ്ടി. സ്പീഡ് പേടിയുണ്ടോ? ഗുഡ്. നെക്സ്റ്റ്. ഇതോടിച്ച് നടന്നിട്ടാണല്ലേ എന്നോട് പൈലറ്റ് ആണെന്ന് പറഞ്ഞത്? അല്ല, ഒഴിവ് സമയങ്ങളിൽ ഞാൻ ഇതും. എക്സ്ക്യൂസ് മീ, ഈ ഫ്ലൈറ്റ് ഒന്ന് മാറ്റിയിട്ടിരുന്നെങ്കിൽ ബാക്കിയുള്ളൊന്നും കടന്നു പോകാമായിരുന്നു. കഷ്ടം, പൈലറ്റാണ് പോലും. നെക്സ്റ്റ്. അമർ. ഫുൾ നെയിം പ്ലീസ്. അമർനാഥ്. ഇതേ അഡ്രസ്സിലുള്ള അമൽനാഥ് ആരാ? എൻ്റെ അനിയനാണ്. അച്ഛൻ്റെ പേര്? രമണൻ. ഈ നാട്ടിൽ ആർക്കെങ്കിലും കാശിന് ആവശ്യം വന്നാൽ ഓടി എൻ്റെ അടുത്ത് വരും. അച്ഛനെന്താ ജോലി? ഈ നിലവറയുടെ കാവൽക്കാരനാ. പുള്ളിക്ക് സൗന്ദര്യത്തിൽ ഇത്തിരി ശ്രദ്ധ കൂടുതലാണ്. കുറ്റബോധം മെഗാ സീരിയൽ നിങ്ങൾക്കായി സമർപ്പിച്ചത് ലെൻസ് ആൻഡ് ഫ്രെയിംസ്. ഇന്ദുലേഖ ബൃങ്ക ഓയിൽ മുടി കൊഴിച്ചിലിനും മനസമാധാനത്തിനും. കോൾഗേറ്റ് ഡെന്റിസ്റ്റ് का सुझाया नंबर 1 ബ്രാൻഡ്. കീടാണുവിൽ നിന്നും മുക്തി. ബോമക്സ് TV ഓഫ് ചെയ്യടി. അമ്മ എത്ര വയസ്സായി? 32. 32. വിഷമിക്കണ്ട, എല്ലാം പെട്ടെന്ന് ശരിയാവും. നാളെ ഏതാ? കാർത്തിക. അതെ, ഒരു ഫോട്ടോയും കൂടെ വേണം. ചെറുക്കന് ഡോക്ടറാണേ. 32 വയസ്സൊന്നും ഒരു വയസ്സല്ല എൻ്റെ ഡോക്ടർ. മോടെ കല്യാണം ഈ ചന്ദ്രിയ ചേച്ചി നടത്തി തരും. ഞാൻ നടത്തിയ ഒരു കല്യാണത്തിനും ഇതുവരെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. സംശയം ഉണ്ടെങ്കിൽ ആ ഗിരിനഗർ കോളനിയിൽ ഒന്ന് അന്വേഷിച്ച് നോക്കിയാട്ടെ. എന്നാ വരട്ടെ. അതെ, അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും അന്വേഷിക്കണ്ട കേട്ടോ. ഈ കുടുംബവും എല്ലാ സാധാരണക്കാരെയും പോലെ സൊസൈറ്റിയിൽ നിന്ന് ലോൺ എടുത്തും ഞായറാഴ്ച മാത്രം ഇറച്ചിക്കറി വെച്ചും ജീവിക്കുന്ന ഒരു സാധാരണ കുടുംബമാണ്. എ ഹാപ്പി ഫാമിലി.